ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സി മെഡിടെക് ഓൺലൈൻ അക്കാഡമി. നമുക്കറിയാം ഗൾഫ് എക്സാംസിന്റെ പാറ്റേണും സിലബസും ഒക്കെ ഫുള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ സ്റ്റുഡൻസ് എഴുതിയ എക്സാമിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗൾഫ് എക്സാംസിന്റെ, അതായത് DHA, MOH, ഹാദർ, പ്രോമെട്രിക് തുടങ്ങിയ എല്ലാ എക്സാംസിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When cleansing the skin with alcohol and then iodine for the collection of a blood culture, the iodine or iodophore should remain intact on the skin for at least option A 10 seconds, option B 30 seconds, option C 60 seconds, option D 5 minutes. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഓർഡർ ഓഫ് ഡ്രോയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഏത് ട്യൂബിലേക്കാണ് ഒഴിക്കുന്നത്? ബ്ലഡ് കൾച്ചർ ട്യൂബിലേക്കാണ് ഒഴിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? മൈക്രോബയോളജി സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടാമിനേഷനോ കാര്യങ്ങളോ കൂടാതെ നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ അവിടെ ഐഡന്റിഫൈ ചെയ്യുകയും നമുക്ക് തെറ്റായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ആന്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് മൈക്രോബയോളജി സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെതായ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ ചോദ്യം എന്താണ്? നമ്മൾ സ്കിന്നിനകത്ത് ഐഡോഫോർ പോലെയുള്ള ഒരു ആന്റിസെപ്റ്റിക് വഴി ക്ലെൻസ് ചെയ്യുമ്പോൾ അത് ഏകദേശം എത്ര മിനിറ്റ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര ടൈം അവിടെ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി 60 സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് ആണ്. കാരണം അല്ലാതെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ നിന്ന് വലിഞ്ഞു പോകുന്ന ആന്റിസെപ്റ്റിക് ആണെങ്കിൽ എന്ത് പറ്റും? അവിടെ പെട്ടെന്ന് ബാക്ടീരിയ എല്ലാം ഡെഡായി പോകണം എന്നില്ല. അപ്പൊ കുറച്ചൊക്കെ അവിടെ റിമൈൻ ചെയ്യും. അപ്പൊ ഏകദേശം ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡോളം നിന്നാൽ മാത്രമാണ് ഫുൾ ആയിട്ടുള്ളൊരു ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ ആന്റിസെപ്സിസ് അവിടെ നടക്കുകയുള്ളൂ. അപ്പൊ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Select the media of choice for recovery of Vibrio cholerae from a stool specimen. Option A McConkie agar and thioglycolate media. Option B thiosulfate, citrate bile sucrose agar and alkaline peptone water broth. Option C blood agar and selenite F broth. Option D CNA agar. നമുക്കറിയാം വിബ്രിയോ കോളറ, നമുക്ക് ഇത് സിംപ്ലി ആൻസർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ബാക്ടീരിയാസ് പഠിക്കുമ്പോൾ അതിനകത്ത് സ്പെഷ്യൽ മീഡിയ അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് സെലക്റ്റീവ് മീഡിയ? നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്യിക്കുന്നതാണ് സെലക്റ്റീവ് മീഡിയയിൽ. അപ്പൊ ബാക്കിയുള്ള ഒരു ഗ്രോത്ത് ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇൻഹിബിറ്റിംഗ് ഏജന്റ് അവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം വിബ്രിയോയുടെ സ്പെഷ്യൽ മീഡിയ ആയിട്ട് അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? തയോസൾഫേറ്റ്, സിട്രേറ്റ് ബൈൽ സൂക്രോസ് അഗാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ഫോർ സ്റ്റോറേജ് ഓഫ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. നമുക്കറിയാം പ്ലേറ്റ്ലെറ്റിന്റെ ആക്ടിവേഷൻ ടെമ്പറേച്ചർ എത്രയാണ്? ഏകദേശം അതൊക്കെ അറിയാം. അപ്പൊ അത് വെച്ച് നമുക്കൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ആണ് 20 to 22 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി -20 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അപ്പൊ ഇത്രയാണ് അതിനകത്ത് ആൻസറുകളായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് ഓപ്ഷൻ എ 20 to 22 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ഏകദേശം ചിലപ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഓപ്ഷനിൽ കാണുമെങ്കിൽ അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനിയിപ്പോൾ 25 ഡിഗ്രി എന്ന് വന്നാലും നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് അതും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20 തൊട്ട് 22 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈലിൻ ഗെറ്റ്സ് ക്ലൗഡി ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, അതായത് നമ്മള് സൈലിൻ എന്താണ്? ഒരു ക്ലിയറിംഗ് ഏജന്റ് ആണ് അല്ലെ. അപ്പൊ അത് ക്ലൗഡി ആവുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ കണ്ടാമിനേറ്റഡ് വിത്ത് വാട്ടർ. ഓപ്ഷൻ ബി കണ്ടിന്യൂ ദ മൗണ്ടിങ്. ഓപ്ഷൻ സി സെഡാർ വുഡ് ഓയിൽ യൂസ് ചെയ്യാൻ. ഓപ്ഷൻ ഡി സ്ലൈഡ് ബിക്കംസ് ക്ലൗഡി. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൈലിൻ ക്ലൗഡി ആകുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ കണ്ടാമിനേറ്റഡ് വിത്ത് വാട്ടർ എന്നാണ്. അതായത് നമ്മൾ വാട്ടർ ക്ലിയറിംഗ് ഏജന്റ് ആണല്ലോ സൈലിൻ. അപ്പൊ നമ്മൾ സ്ലൈഡ് ഡിപ്പ് ചെയ്ത് ആ വാട്ടറുമായിട്ട് സൈലിൻ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോഴാണ് ആ സൈലിൻ ഒരു ക്ലൗഡിനെസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പ്രൊസീജിയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സൈലിൻ റിമൂവ് ചെയ്ത് വേറെ ഫ്രഷ് ബോട്ടിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്.
പക്ഷെ അല്ലാതെ മൗണ്ടിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, സ്ലൈഡിൽ ആ ഒരു വാക്സി അപ്പിയറൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെല്ലുകളെയും കാര്യങ്ങളെയും ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഓപ്ഷൻ എ കണ്ടാമിനേറ്റഡ് വിത്ത് വാട്ടർ ആണ് നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും, ലൈഫ് സ്പാൻ ഓഫ് RBC. എപ്പോഴും എല്ലാ ഗൾഫ് എക്സാംസിലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ കാണാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ എ 140 days, ഓപ്ഷൻ ബി 120 days, ഓപ്ഷൻ സി 40 days, ഓപ്ഷൻ ഡി 60 days. അറിയാലോ ഏതാണ്? ഓപ്ഷൻ ബി 120 days. നമുക്കറിയാം RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഇത് ഇന്ന് തന്നെ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് പഠിച്ചു വെച്ചോളുക. എന്താണേലും ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നെക്സ്റ്റ് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഈ ഇടയ്ക്ക് കണ്ടു തുടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ. നേരത്തെ വർഷങ്ങളായിട്ട് RBCയുടെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ലൈഫ് സ്പാൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് 7 to 10 days, 120 days, 250 days, 60 days. ഓപ്ഷൻ എ 7 to 10 days. ഇത് ഏകദേശം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ 8 days എന്നും കാണാറുണ്ട്. അപ്പൊ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ കിടക്കുന്നതിനനുസരിച്ച് ഓപ്ഷൻ എ 7 to 10 days ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, റെഡ് സെൽ സെൻസിറ്റൈസേഷൻ ഡിറ്റക്റ്റഡ് ബൈ. ഓപ്ഷൻ എ കൂംസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി എലൈസ, ഓപ്ഷൻ സി ഇമ്യൂണോബ്ലോട്ടിംഗ്, ഓപ്ഷൻ ഡി ഇലക്ട്രോഫോറസിസ്. നമുക്കറിയാം എന്താണ് റെഡ് സെൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കൂംസ് ടെസ്റ്റ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് കൂംസ് ടെസ്റ്റ്. മൗറൻ, റെയ്സ്, കൂംസ് അങ്ങനെ 3 പേര് ഒരു ഇൻകംപ്ലീറ്റ് ആന്റിബോഡീനെ കണ്ടുപിടിക്കുകയും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെഡ് സെൽസിന് ഒരു സെൻസിറ്റൈസേഷൻ, ഒരു ഇൻകംപ്ലീറ്റ് ആന്റിബോഡീസ് വെച്ചിട്ട് ഒരു സെൻസിറ്റൈസേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു റിയേജന്റ് അവർ കണ്ടുപിടിച്ചു. അതൊക്കെ നമ്മൾ കൂംസ് ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണല്ലേ. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കൂംസ് ടെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഇൻകംപ്ലീറ്റ് ആന്റിബോഡി എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് തന്നെ അഗ്ലൂട്ടിനേഷൻ കോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ AHG റിയേജന്റ് വെച്ച് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, അതിനെ അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കുകയും ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കൂംസ് ടെസ്റ്റ് ആണ്. നമുക്ക് പിന്നെ അറിയാവുന്ന ഒരു കാര്യം, ഈ റെഡ് സെൽസ് നമുക്ക് ഇൻവൈവോ സെൻസിറ്റൈസേഷൻ ഉണ്ട്, ഇൻവിട്രോ സെൻസിറ്റൈസേഷൻ ഉണ്ട്. ഇൻവൈവോ നടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആന്റിഗ്ലോബുലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി ഇൻവിട്രോ പുറത്ത് വെച്ച് നമ്മൾ റെഡ് സെൽസിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ട് ഈ ഇൻകംപ്ലീറ്റ് ആന്റിബോഡിനെ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രാ ഒന്ന് പറഞ്ഞുള്ളൂ, ജസ്റ്റ് ഇത്ര ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക ഇതിനെപ്പറ്റി. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ റെഡ് സെൽ സെൻസിറ്റൈസേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് കമ്പോണന്റ് ഈസ് പ്രിപ്പയർഡ് വിത്തിൻ 8 hours ആഫ്റ്റർ ഫ്ലിബോട്ടോമി? ഓപ്ഷൻ എ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, ഓപ്ഷൻ ബി PRP, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്, ഓപ്ഷൻ ഡി സിറം. ഏതായിരിക്കും? നമുക്കിത് വേണമെങ്കിൽ ഒരു അറിവില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്താണ്, നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം 6 to 8 hours തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാസ്മ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു -20 അല്ലെങ്കിൽ അത് താഴെ ഡിഗ്രിയിൽ നമ്മളത് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ തന്നെ അതിനാണ് നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് വിത്തിൻ 8 hours ആഫ്റ്റർ ഫ്ലിബോട്ടോമി, ബ്ലഡ് കളക്ട് ചെയ്ത് 8 മണിക്കൂറിനുള്ളിൽ ഇതിൽ ഏതാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിബോഡീസ് ദാറ്റ് ക്യാൻ ക്രോസ് ദ പ്ലാസെന്റ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആന്റിബോഡി നമ്മുടെ പ്ലാസെന്റ ക്രോസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ IgG, ഓപ്ഷൻ ബി IgA, ഓപ്ഷൻ സി IgM, ഓപ്ഷൻ ഡി IgD. 3 ഉള്ളത്, 4 ഉള്ളത്. അതിനകത്ത് ഏറ്റവും ഏതായിരിക്കും? IgG. G ആണ് പ്ലാസെന്റ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10. The number of phenotypes and genotypes of blood groups in human beings are. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഫിനോടൈപ്പ്, 4 ഫിനോടൈപ്പും 4 ജീനോടൈപ്സും. ഓപ്ഷൻ ബി 6 ഫിനോടൈപ്പ് ആൻഡ് 6 ജീനോടൈപ്സ്. ഓപ്ഷൻ സി 6 ഫിനോടൈപ്സ് ആൻഡ് 4 ജീനോടൈപ്സ്. ഓപ്ഷൻ ഡി 4 ഫിനോടൈപ്സ് ആൻഡ് 6 ജീനോടൈപ്സ്. നമുക്കറിയാം നമ്മുടെ ഫിനോടൈപ്പ് ജീനോടൈപ്പ് എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെനറ്റിക്കിന്റെ അല്ലെങ്കിൽ ജീനോടൈപ്പിന്റെ ഫിസിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ
എന്തെന്ന് പറയുന്നത് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ജനറ്റിക് എക്സ്പ്രഷനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ജീനോടൈപ്പ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയണതിന് മുമ്പ് ഫീനോടൈപ്പ് എത്രയുണ്ടെന്ന് നോക്കാം. നമുക്ക് എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? മെയിനായിട്ട് എ ബി ഒ ഇതിൽ ഏതൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. 4 എണ്ണാണുള്ളത്. അപ്പൊ നമുക്ക് മൊത്തത്തില് 4 ഫീനോടൈപ്സ് ആണുള്ളത്. എത്ര ഫീനോടൈപ്സ് ആണുള്ളത്? 4 ഫീനോടൈപ്സ് ആണുള്ളത്. അതിനകത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ നമ്മൾ ആദ്യമേ നോക്കുവാണെങ്കിൽ എക്ക് 2 ജീനോടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ഉണ്ട്, എ ഒയും ഉണ്ട്. അപ്പൊ ആയല്ലോ, എക്ക് തന്നെ 2 എണ്ണായി. ബി ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലോ ബി ബിയും ഉണ്ട്, ബി ഒയും ഉണ്ട്. അവർക്കും 2 എണ്ണമായി. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് എ ബി. എ ബിക്ക് എ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് 3 എണ്ണമായി കേട്ടോ. അപ്പൊ 2, 4, 5 എണ്ണമായി. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പാണ് ഒ. ഒ ബ്ലഡ് ഗ്രൂപ്പിനും ഒ എന്ന് വരുന്ന രീതിയിലാണുള്ളത്. അപ്പൊ അവിടെ ഒരെണ്ണായി. അപ്പൊ 2, 4 മറ്റവർ രണ്ടുപേരും ഓരോന്ന് വെച്ചിട്ട് മൊത്തം 6 ജീനോടൈപ്സ്. അപ്പൊ 4 ഫീനോടൈപ്സും 6 ജീനോടൈപ്സും ആണ് വരുന്നത്. മൊത്തം അങ്ങനെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കളക്ട് ചെയ്തത്. നമ്മുടെ കോച്ചിങ് ഒക്കെ നല്ല രീതിയിൽ പോവുകയാണ്. ഒരുപാട് കുട്ടികൾ നമുക്ക് പാസ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സിലബസിലൊക്കെ ഓൾമോസ്റ്റ് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.